ഹിന്ദു ബുദ്ധ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പോലും അവകാശമില്ല എന്നുള്ള തരത്തിലുള്ള അക്രമങ്ങളാണ് 90% മുസ്ലിം ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലെ RSSും BJPയും മറ്റ് ഹിന്ദു സംഘടനകളും ഒഴികെയുള്ള സംഘടനകളുടെ ഈ വിഷയത്തിലെ മൗനവുമാണ് ഏറ്റവും ദുഃഖകരം. കോടതി വിധിയെ തുടർന്ന് ഉത്തർപ്രദേശിലെ സമ്പൽ മുസ്ലിം പള്ളിയിൽ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ ആവേശം കാണിക്കുന്ന രാഹുലും പ്രിയങ്കയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തങ്ങളുടെ മൗനത്തിലൂടെ കേരളത്തിലെയും മറ്റിടങ്ങളിലെയും ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളെ ചതിക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടേണ്ട സമയത്താണ് ഇവരുടെ ഈ മൗനം. ശ്രീകൃഷ്ണ ധർമ്മ പ്രചാരകരായ ഇസ്കോണിന്റെ മുഖ്യ പുരോഹിതർ ചിന്മയ് കൃഷ്ണദാസിന്റെയും മറ്റ് പുരോഹിതരുടെയും അറസ്റ്റും ഒപ്പം ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾക്കും പുറമെ രാജ്യത്തെ ക്രൈസ്തവരും വ്യാപക പീഡനങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് കാരണമായ കലാപങ്ങൾക്ക് ശേഷം കൊലപാതകം, പീഡനം, തട്ടിക്കൊണ്ടുപോകൽ എന്നിവയുൾപ്പെടെ രാജ്യത്തെ 64 ജില്ലകളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായി 2010-ലധികം ആക്രമണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5 ലക്ഷത്തിനടുത്താണ് ബംഗ്ലാദേശിലെ ക്രൈസ്തവ ജനസംഖ്യ. അത് ആ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 0.3% വരുന്നതാണ്. ഇപ്പോഴത്തെ ആക്രമണങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായതിന്റെ തുടർച്ച തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം 2001 ജൂൺ 3-ന് ബെനിയാർകോറിലെ കത്തോലിക്ക പള്ളിയിൽ കുർബാനയ്ക്കിടെ ഉണ്ടായ ബോംബ് ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്രൈസ്തവ ആഘോഷങ്ങളിലേക്ക് തീവ്ര ഇസ്ലാമിക ആൾക്കൂട്ടങ്ങൾ സംഘടിച്ചെത്തി തടസ്സപ്പെടുത്തുന്നത് പതിവ് കാഴ്ച തന്നെയാണ്. ഭാരതത്തിൽ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ദളിത് സ്നേഹം പുറത്തെടുക്കുന്ന ജമാഅത്തെ പോലുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ ബംഗ്ലാദേശിലെ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങളിലെ ദളിത് വിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഭീഷണിപ്പെടുത്തി മതം മാറ്റിക്കാനും ശ്രമിക്കാറുണ്ട്. 2023 ഏപ്രിൽ 6-ന് ചിറ്റഗോങ്ങിലെ വെടിവയ്പിൽ ഗോത്രവർഗത്തിൽപ്പെട്ട 8 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2023 ഫെബ്രുവരിയിൽ 1000-ലധികം ക്രൈസ്തവ വിശ്വാസികളെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ദക്ഷിണ ഡാക്കയിലെ ധോൽപൂരിൽ 2 പള്ളികൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 3 ക്രൈസ്തവ ദേവാലയങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടു. വൺസ് മോർ, ഏപ്രിലിൽ 3 ക്രൈസ്തവ ദേവാലയങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. രോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്ന പേരിൽ ഒന്നിച്ച് ബംഗ്ലാദേശിലെത്തിയ സംഘത്തിലെ മുസ്ലിം തങ്ങൾക്കൊപ്പം വന്ന രോഹിംഗ്യൻ ക്രൈസ്തവരെയും ബംഗ്ലാദേശ് ക്രൈസ്തവരെയും ഒരുപോലെ ആക്രമിക്കാൻ തുടങ്ങി എന്നത് വിചിത്രമായ സത്യമാണ്. അതേസമയം ബംഗ്ലാദേശിൽ തടവിലാക്കപ്പെട്ട എല്ലാവർക്കും നിയമസഹായം ലഭിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കിയ ഇസ്കോൺ ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസിന് കോടതിയിൽ അഭിഭാഷകരുടെ സഹായം ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും നിയമസഹായം ലഭിക്കേണ്ടത് അടിസ്ഥാനപരമായ മൗലിക അവകാശമാണ് എന്നും എല്ലാ സർക്കാരുകളിൽ നിന്നും അമേരിക്ക ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വേദാന്ത് പട്ടേൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും ഇങ്ങിവിടെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും രാജ്യത്തുടനീളം കോൺഗ്രസും ബംഗ്ലാദേശിന് വേണ്ടി ഒരക്ഷരവും മിണ്ടുന്നില്ല എന്നത് വിചിത്രമായ കാര്യം തന്നെയാണ്.